ഒരു മുംബൈ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. സ്റ്റാൻലിയുടെ ഭാര്യയെയും മക്കളെയും തിരിച്ചു പിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി റീതാമയോട് ഗുസ്തി പിടിച്ച് അഞ്ചലിലെ വീട്ടിൽ വന്ന് താമസിക്കുവാണ് അലീനയും ഔതുക്കുട്ടി ഷായനും. അവിടെ അവർക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അലീനയുടെ ഉറച്ച തീരുമാനത്തിന് പിന്നിൽ മുട്ടുമടക്കുവാണ് ഔതുക്കുട്ടി ഷായനും. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടെൽസയെ മുറ്റമടിക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ് അലീന. ടെൽസയ്ക്ക് ഒന്നിനും ഏകാഗ്രതയില്ലെന്ന് ഇതിനകം അവൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2-3 തവണ മുറ്റത്ത് ചൂലോടിച്ചിട്ട് അവൾ നിവർന്ന് അലീനയോട് എന്തെങ്കിലും കിണ്ണാണ്ണം പറയും. അവളെ കൊണ്ട് മുറ്റം മുഴുവൻ വൃത്തിയാക്കിക്കണമെങ്കിൽ 16 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്ന് അലീനയ്ക്ക് തോന്നി. ഒന്ന് അടുക്കോടെയും ചിട്ടയോടെയും ചെയ്യാനറിയില്ല. ടെൽസയെ തനിക്ക് വിട്ടുകിട്ടിയിരുന്നുവെങ്കിൽ 1 വർഷം കൊണ്ട് സമൂലമായിട്ടുള്ള പരിവർത്തനം വരുത്താമായിരുന്നുവെന്ന് അവൾ വിചാരിച്ചു. ഒരു ബാഗും തൂക്കിപ്പിടിച്ച് റീതാമയും പിന്നിൽ എൽസമ്മയും അടുത്ത വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരുന്നത് അലീന കണ്ടു. എൽസമ്മ മനഃശാന്തി തേടി തിരുവല്ലയിലെ ധ്യാനത്തിന് പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. റീതാമ അനുജത്തിയെ കൊണ്ടുവിടാൻ പോവുകയാണെന്നും. കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ബാഗ് വെച്ചിട്ട് റീതാമ അലീനയെ നോക്കി. കാറിലോട്ട് കയറിയിരുന്നോ, ഞാനിപ്പോൾ വരാം എൽസമ്മയോടായിട്ട് പറഞ്ഞിട്ട് റീതാമ അലീന നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ഇന്നലെ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ കയറിയത്? ആരോടും ചോദിച്ചില്ല, അലീന പറഞ്ഞു. എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുമല്ലേ അധിക പ്രസംഗി. നിനക്ക് തോന്നിയാസം കാണിക്കാൻ നിന്റെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ ആ വീട്, മനസ്സിലായോടി? എൻ്റെ പപ്പയുടെ വീട്ടിൽ അവരുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയറി ഇറങ്ങാമെങ്കിൽ എനിക്ക് തിരിച്ചും അങ്ങനെയാകാം. തടി നിന്റെ പപ്പയുടെ വീട്. ഈ ഇരിക്കുന്ന വീടും സ്ഥലവും വാങ്ങിയത് നിങ്ങളുടെ അനുജത്തിയുടെ പേരിലായിരിക്കും. പക്ഷേ ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ പപ്പയുടെ പേരില്ല. ഓ, നീ അവകാശം സ്ഥാപിക്കാൻ വന്നതാ അല്ലേ? എനിക്ക് നിങ്ങളാരും ഒരു അവകാശവും തരണ്ട, അല്ലെങ്കിൽ വാ നിനക്ക് തരാം. നീ എന്താടി എൽസമ്മയോട് പറഞ്ഞത്? ഞാനാണ് അവളുടെ കുടുംബം തല്ലിപ്പിരിച്ചതെന്നോ? ഇത് എനിക്ക് ഏതാണ്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്നോ? ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. എന്താടി സത്യം? എന്ത് ലാഭമാടി ഞാൻ ഉണ്ടാക്കിയത്? അല്ലാതെ പിന്നെ നിങ്ങൾ എന്തിനാ അനുജത്തിയെ ഉന്തിത്തള്ളി ധ്യാന കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്? നന്നാവാനാണെങ്കിൽ 2-3 ധ്യാനം കൂടിയാൽ മതി. 150 ധ്യാനം കൂടുന്നത് മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. സ്വന്തം അനുജത്തിയെയും മക്കളെയും ചൂഷണം ചെയ്ത് നിങ്ങൾ എത്ര കാലം ജീവിക്കും? കോപം കൊണ്ട് റീതാമയുടെ മൂക്ക് വിറച്ചു. ദഹിപ്പിക്കും വിധം അലീനയെ ഒന്ന് നോക്കിയിട്ട് അവർ കാറിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു. അലീന തിരിഞ്ഞ് മുറ്റമടിക്കുന്ന ടെൽസയെ ശ്രദ്ധിച്ചു. റീതാമ കാർ ഓടിച്ച് ഗേറ്റിന് നേർക്ക് വരികയായിരുന്നു. ടെൽസ ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് അലീന ഞെട്ടിത്തിരിഞ്ഞു. കാറിൻ്റെ ബമ്പർ അവളുടെ കണങ്കാലുകളെ അമർത്തി ഉരസി കടന്നുപോയി. മുൻചക്രം അവളുടെ പാദത്തിലേക്ക് കയറി ഇറങ്ങി. അലീന അമർന്നുപോയ നിലവിളിയോടെ നിലത്തേക്കിരുന്നു. കാർ ഗേറ്റ് കടന്നുപോയി. ഔതുക്കുട്ടി ചായൻ സിറ്റൗട്ടിൽ നിന്നും ഓടി ഇറങ്ങി വന്നു. ഒരു ദുഷ്ടയാ അവൾ കാർ ഇടിപ്പിച്ച് കൊന്നേനെയല്ലോ. ഔതുക്കുട്ടി ചായൻ അലീനയെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, ആരും പിടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അലീന തനിയെ നടക്കാൻ ശ്രമിച്ചു. നല്ല വേദന. മുടന്തി അവൾ സിറ്റൗട്ടിലേക്ക് കയറി. കടുത്ത വേദന. അവളെ ഇത്തിരി വെള്ളം കൊണ്ടുവാ, കാല് കഴുകാൻ അലീന ടെൽസയോട് പറഞ്ഞു. ടെൽസ വെള്ളം കൊണ്ടുവന്നു. അലീന മാർബിൾ ഫ്ലോറിലിരുന്ന് കാൽ സിറ്റൗട്ടിന് താഴേക്ക് തൂക്കിയിട്ട് കഴുകി. കുട്ടി ചായൻ കാൽ വിരലുകൾ പിടിച്ചു വലിച്ച് ഞൊട്ട് വിടുവിക്കാനും തിരുമ്മാനും ശ്രമിച്ചു. വേണ്ട വല്യപ്പച്ച, വേദനിക്കുന്നു. അസ്ഥിക്ക് പൊട്ടലോ മറ്റോ ഉണ്ടോ? അതൊന്നുമില്ലെന്നേ, അവൾ മനഃപൂർവ്വം ചെയ്തതല്ലേ. നീ അവിടെ നിൽക്കുന്നത് കാണാഞ്ഞിട്ടാണോ? അറിയാതെ പറ്റിപ്പോയതായിരിക്കും വല്യപ്പച്ച, പേടിപ്പിക്കാൻ വേണ്ടി അടുത്തൂടെ കൊണ്ടുവന്നപ്പം. എന്നാലും അത് കടുത്ത വിളച്ചിലല്ലേ. ലാലിച്ചനോട് വിളിച്ചു പറയട്ടെ? വേണ്ട, ഇനി അതൊരു പ്രശ്നമാക്കണ്ട വല്യപ്പച്ച. പക്ഷെ 1/2 മണിക്കൂറിനുള്ളിൽ കാൽപാദം നീര് വന്ന് ചീർത്തു. സ്റ്റാൻലിയെ അറിയിക്കേണ്ടെന്ന് അലീന പറഞ്ഞത് കാരണം ഔതുക്കുട്ടി ചായൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറ്റി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പെരുവിരലിൻ്റെ ജോയിന്റിൽ നേരിയ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. തന്നെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. ഇത് ഞാൻ എന്തായാലും ലാലിച്ചനോട് പറയും, ഇല്ലെങ്കിൽ വിവരം അറിയുമ്പോൾ അവൻ എന്നെ പഴിക്കും. ഔതുക്കുട്ടി ചായൻ അലീനയുടെ വിലക്കിനെ അവഗണിച്ച് കുളത്തൂപ്പുഴയ്ക്ക് ഫോൺ ചെയ്തു. അല്ലി 1/2 മണിക്കൂറിനകം ഹോസ്പിറ്റലിലെത്തി. അവളെ കാറിൽ കയറ്റി കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോയി. എന്താ സംഭവിച്ചത്? എന്നോട് സത്യം പറ. സ്റ്റാൻലി അവളെ നിർബന്ധിച്ചു. അറിയാതെ പറ്റിയതായിരിക്കും പപ്പ, സാരമില്ല. ഇതിന് ഉണ്ടായ സംഭവം അയാളെ ധരിപ്പിച്ചു. റീതാമ അനുജത്തിയെ തിരുവല്ലയിൽ കൊണ്ടുവിട്ടിട്ട് മടങ്ങിയെത്തിയതേയുള്ളൂ. കാർ പോർച്ചിൽ കിടപ്പുണ്ട്. ജീപ്പ് ഗേറ്റ് കടന്ന് എൽസമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു. ഒരു ക്രെയിൻ ഗേറ്റിന് വെളിയിലും വന്ന് നിന്നു. ജീപ്പ് ഒന്ന് ഇരമ്പി കുതിച്ചു. ഒരു വലിയ സ്ഫോടനം ഉണ്ടായതുപോലെ ഒരു ശബ്ദം കേട്ട് റീതാമയും മൈക്കിളും മക്കളും സിറ്റൗട്ടിലേക്ക് ഓടി ഇറങ്ങി വന്നു. മാരുതി സെൻ കാറിൻ്റെ പിന്നിൽ ഇടിച്ചു നിൽക്കുകയാണ് ജീപ്പ്. കാറിൻ്റെ ഡിക്കിയും മുന്നിലെയും പിന്നിലെയും ബമ്പറുകളും ബ്രേക്ക് ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും എല്ലാം പൊട്ടിത്തകർന്നിരിക്കുന്നു. ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റാൻലി. അയാൾ റിവേഴ്സ് ഗിയർ ഇട്ട് ജീപ്പ് ഏതാനും വാര പുറകോട്ട് കൊണ്ടുപോയി. അയാൾ ഗിയർ മാറ്റി ജീപ്പുമായിട്ട് വീണ്ടും മുന്നോട്ട് കുതിച്ചു. ആദ്യത്തിനേക്കാൾ ശക്തമായിരുന്നു രണ്ടാമത്തെ ഇടി. ഭൂമി കുലുക്കത്തിലെന്ന പോലെ വീട് കുലുങ്ങി. ജനാല ചില്ലുകൾ വിറച്ചു. കാറിൻ്റെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾ വെടിഞ്ഞു കീറി പൊട്ടിച്ചിതറി കാറിനുള്ളിലും വെളിയിലും വീണു.
രണ്ടാമത്തെ ഇടിയോടെ കാറിന്റെ പിൻഭാഗം സീറ്റിന്റെ ബമ്പറിൽ കോർത്തു പോയിരുന്നു. സ്റ്റാൻലി ജീപ്പ് പുറകോട്ടെടുത്തപ്പോൾ കാറും നിരങ്ങിപ്പോന്നു. എൽസമ്മയുടെ വീടിന്റെ സിറ്റൗട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് സ്റ്റാൻലിയുടെ മക്കൾ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ ജീപ്പ് റിവേഴ്സ് ഗിയറിൽ തന്നെ ഗേറ്റ് കടന്നുപോയി. ജീപ്പിന്റെ ബമ്പറിൽ കൊരുത്ത കാർ സ്റ്റാൻലി മുമ്പോട്ട് തള്ളിക്കൊണ്ടുപോയി റോഡരികിൽ നിന്ന് ഒരു മരത്തിലിടിച്ചു നിർത്തി. ഇത്തവണ ജീപ്പ് പുറകോട്ടെടുത്തപ്പോൾ അല്പദൂരം റോഡിലൂടെ നിരങ്ങിയ ശേഷം കാർ ജീപ്പിന്റെ ബമ്പറിൽ നിന്നും വിട്ടുപോന്നു. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ഇറങ്ങി ക്രെയിനിന്റെ സമീപം ചെന്നു. അത് തൂക്കിയെടുത്ത് ഏതെങ്കിലും ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടേക്ക്. മുന്നിലെ കാഴ്ച കണ്ട് ക്രെയിൻ സർവീസുകാർ അന്തം വിട്ടു പോയിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് കാർ എടുത്തുകൊണ്ട് പോകണം. എൻ്റെ കാറാണത്. ബുക്കും പേപ്പറും ഇൻഷുറൻസും എല്ലാം എൻ്റെ പേരിൽ തന്നെ. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ഏറ്റു. ക്രെയിൻ സർവീസുകാർ കാറിനടുത്ത് ചെന്ന് അത് ക്രെയിനിലെടുക്കാനുള്ള പണി തുടങ്ങി. റീതാമയും എൽസമ്മയുടെ മക്കളും അപ്പോഴും സിറ്റൗട്ടിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. എൽസയുടെ മുഖത്ത് മാത്രം അത്ഭുതവും സന്തോഷവും കൗതുകവും കാണാമായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല രസമായിരുന്നു കാണാൻ. റീതാമ ആംഗ്ലമാർക്ക് ഫോൺ ചെയ്തുകൊണ്ട് സമനില തെറ്റിയ പോലെ മുറിയിലേക്കും സിറ്റൗട്ടിലേക്കും നടന്നുകൊണ്ടിരുന്നു. റീതാമയുടെ ആംഗ്ലമാർ ഓരോരുത്തരായി എത്തുമ്പോഴേക്ക് കാറും കൊണ്ട് ക്രെയിൻ സർവീസുകാരും സ്റ്റാൻലിയും സ്ഥലം വിട്ടിരുന്നു. എട്ടുപോത്ത് പോലെ 4 ആംഗ്ലമാരുണ്ടായിട്ടും എനിക്കെന്താ ഗുണം? ഈ കാണിച്ച തമ്മാടിത്തരം നിങ്ങൾ കണ്ടോ? റീതാമ കാർ പോർച്ചിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ചില്ലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീറി. എൻ്റെ വീട്ടിലെ പോർച്ചിൽ കയറി അതിക്രമം കാണിക്കാൻ അയാൾ ആരാ? അയാൾക്കെന്താ അധികാരം? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നീതിയും നിയമവും പോലീസും കോടതിയും ഒന്നുമില്ലേ? ഈ സംഭവം വിവരിക്കുന്നത് കേട്ടപ്പോൾ അച്ഛൻ കുഞ്ഞിൻ്റെയും ഏലിയാസിൻ്റെയും സാമുവലിൻ്റെയും സേവിച്ചൻ്റെയും ചോര തിളച്ചു. ഇതിനകം അയൽക്കാരിൽ ചിലരും അവിടെ എത്തിയിരുന്നു. റീതാമയും ആംഗ്ലമാരും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തൻ്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും റീതാമ SIയോട് പറഞ്ഞു. പരാതി സ്വീകരിച്ച ശേഷം അന്വേഷിക്കാമെന്ന് പറഞ്ഞ് SI അവരെ പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ റീതാമയും സഹോദരന്മാരും വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി. ഞാൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തു തരാമെന്ന് നിങ്ങളുടെ സഹോദരി ഭർത്താവ് പറയുന്നു. അത്രയുള്ളോ? അയാളുടെ പേരിൽ വേറെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ലേ? ഞാൻ വർക്ക്ഷോപ്പിൽ പോയി കാർ കണ്ടു. ശരിയാണ്, ഇടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതാണെന്ന് പ്രതി കുറ്റസമ്മതവും നടത്തി. എന്നിട്ട് സാർ ആക്ഷനൊന്നും എടുത്തില്ലേ? എങ്ങനെ ആക്ഷൻ എടുക്കും? സ്റ്റാൻലിയുടെ പേരിലുള്ള കാറിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇടിച്ചു തകർത്തു. ക്രെയിൻ സർവീസുകാർ റോഡിൽ നിന്നാണ് കാർ എടുത്തുകൊണ്ടുപോയത്. അതിനാൽ അവരുടെ പേരിലും ആക്ഷൻ എടുക്കാൻ വയ്യ. എൻ്റെ വീട്ടുവളപ്പിൽ കയറിയാണ് അയാൾ അതിക്രമം കാണിച്ചത്. റീതാമ ചീറി. ഓക്കെ, അതും സ്റ്റാൻലി സമ്മതിച്ചു. പക്ഷേ സ്റ്റാൻലിയുടെ കാർ എങ്ങനെ നിങ്ങളുടെ കാർ പോർച്ചിൽ വന്നു? ഒന്നുകിൽ അത് നിങ്ങൾ ഫലമായിട്ട് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ മോഷ്ടിച്ചു. രണ്ടും കുറ്റകരമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അനുജത്തി സ്റ്റാൻലിയുടെ ഭാര്യയാണ്. അവൾക്ക് സ്റ്റാൻലി കൊടുത്തിരിക്കുന്ന കാറാണത്. അവളത് തൽക്കാലം എൻ്റെ പോർച്ചിൽ കൊണ്ടുവന്നിട്ടു. ഞാൻ അവളുടെ ചേച്ചിയാണല്ലോ, അത് ന്യായം. പക്ഷേ സ്റ്റാൻലിയുടെ പരാതി നിങ്ങൾ കാർ മോഷ്ടിച്ചെന്നായിരിക്കും. മോഷ്ടിച്ചതല്ലെന്ന് എൻ്റെ അനുജത്തി സാക്ഷി പറഞ്ഞോളും. ഭർത്താവിനെതിരെ മൊഴി നൽകുന്ന ഭാര്യ ചിലപ്പോൾ സാക്ഷി പട്ടികയിൽ നിന്ന് മാറി എതിർ കക്ഷിയായെന്നിരിക്കും. അത്രയൊക്കെ പോകണോ? നിങ്ങളുടെ വീടിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി അത് റിപ്പയർ ചെയ്തു തരും. നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്തിനാണ് വെറുതെ ഒരു വഴക്ക്? SI കുര്യാക്കോസ് ചെറുചിരിയോടെ ചോദിച്ചു. ഞങ്ങളുടെ ബന്ധുവല്ല, ശത്രുവാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസെടുക്കാം. വേറൊരു പരാതി കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിസ്സിസ് റീതാമ ഇന്നലെ സ്റ്റാൻലിയുടെ മകളെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചോ? അമർഷവും രോഷവും കൊണ്ട് മസിൽ പിടിച്ചു നിന്ന റീതാമ ഞൊടിയിടയിൽ കാറ്റുപോയ ബലൂൺ പോലെയായി. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. കാർ ഇടിച്ച് പരിക്കേറ്റ അലീന എന്ന പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ കുട്ടിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. അയാളുടെ മക്കളാണെന്നുള്ളതിന് എന്താ തെളിവ്? അച്ഛൻ കുഞ്ഞ് ചോദിച്ചു. അത് സ്റ്റാൻലി ഹാജരാക്കിക്കൊള്ളും. നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? കിട്ടിയ പരാതികളിന്മേൽ കേസ് ചാർജ് ചെയ്യണോ? അതോ ഈ കടലാസുകളെല്ലാം കൂടി ചവറ്റുകൊട്ടയിൽ ഇടണോ? നല്ല പോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഏലിയാസ് റീതാമയെ കണ്ണടിച്ച് കാണിച്ചു. സർ, ഒരു മിനിറ്റ്. സേവിച്ചൻ റീതാമയെ വിളിച്ചുകൊണ്ട് SIയുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. കേസും വഴക്കുമൊന്നും വേണ്ട. അതാ ബുദ്ധി. വെറുതെ എന്തിനാ കല്ലിൽ കടിച്ചു പല്ല് കളയുന്നത്? അങ്ങനെ റീതാമയും ആംഗ്ലമാരും പരാതി പിൻവലിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും തലയൂരി. നിനക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ നീ ആ പെണ്ണിൻ്റെ കാലിൽ കൂടെ കാർ കയറ്റിയത്? ഏലിയാസ് റീതാമയെ ശാസിച്ചു. അവളെ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. അവളുടെ കാലൊടിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്കൊരു അവസരം കിട്ടിയതാ. റീതാമയ്ക്ക് വൈരാഗ്യം അടങ്ങുന്നില്ല. ഇനിയിപ്പം നീ എന്തോന്ന് ഉരുട്ടിക്കൊണ്ട് നടക്കും റീതാമേ? നിനക്ക് മൂത്രമൊഴിക്കാൻ പോവണമെങ്കിൽ പോലും കാർ വേണമായിരുന്നല്ലോ. എൽസമ്മയ്ക്കും മക്കൾക്കും വേണ്ടി സ്റ്റാൻലി കൊടുത്ത കാറ് നീ സ്വന്തം പോലെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അയാൾ കാർ ഇടിച്ച് തകർത്തെങ്കിൽ ഞാൻ അയാളുടെ പൈസ കൊണ്ട് റെൻറ്റിയെ കാർ എടുത്ത് കാര്യങ്ങൾ നടത്തും. റീതാമ ഉഗ്രശബ്ദമെന്ന പോലെ പറഞ്ഞു. ഒത്തുപുഴയിൽ അലീന ഏറെക്കുറെ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു.
സ്റ്റാൻലിക്ക് ഭക്ഷണം എടുത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ ഡൈനിങ് റൂമിലേക്ക് വരാനുള്ള അലീനയുടെ ശ്രമവും സ്റ്റാൻലി നിരോധിച്ചു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ട് മതി അഭ്യാസമെല്ലാം, സ്റ്റാൻലി കർശനമായിട്ട് പറഞ്ഞു. അയാൾ ജീപ്പുമായിട്ട് അഞ്ചലിലേക്ക് പോയപ്പോൾ അലീനയും ഔതുക്കുട്ടിച്ചായനും വല്ലാതെ ഭയന്നിരുന്നു. രാത്രിയിലാണ് സ്റ്റാൻലി തിരിച്ചു വന്നത്. അലീനയും ഔതുക്കുട്ടിച്ചായനും ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. പപ്പ റീത്താമ്മയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയോ എന്നായിരുന്നു അലീനയുടെ പേടി. ഞാൻ ആരോടും ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല, സ്റ്റാൻലി പറഞ്ഞു. പിന്നെന്തിനാ പപ്പ അവിടേക്ക് പോയത്? അവരെയൊക്കെ ഒന്ന് കാണാൻ. എന്താണ് സംഭവിച്ചിരിക്കുകയെന്ന് അലീനയ്ക്ക് ഒരു രൂപവും കിട്ടിയില്ല. അവൻ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്, ഔതുക്കുട്ടിച്ചായൻ അവളോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഡ്രൈവർ ബൈജു ആണ് ജീപ്പിന്റെ ബമ്പർ വളഞ്ഞു പൊളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിച്ചത്. അവനത് അലീനയോട് പറഞ്ഞു. അവൾ സ്റ്റാൻലിയെ സമീപിച്ചു. ജീപ്പിന് എന്ത് പറ്റിയതാ പപ്പ? എവിടെയോ ഇടിച്ച ലക്ഷണമുണ്ടല്ലോ. ഇടിച്ചു. എവിടെ? ഒരു കാറിന്റെ പിറകിൽ. എവിടെ വെച്ചാ സംഭവം? റീത്താമ്മയുടെ വീട്ടിൽ വെച്ച്. റീത്താമ്മ ആൻറ്റിയുടെ വീട്ടിലോ? സ്റ്റാൻലി ഉത്തരം പറഞ്ഞില്ല. അലീനയ്ക്ക് എല്ലാം മനസ്സിലായി. ആ കാറ് നശിപ്പിച്ചോ പപ്പ? നശിപ്പിച്ചോന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ വലുപ്പം ലേശം കുറഞ്ഞു പോയെന്നേയുള്ളൂ. എന്നാലും പഴയ രീതിയിലാക്കാൻ എത്രായിരം രൂപയുടെ റിപ്പയറിങ് വേണ്ടി വരും. അതിന് ഇരുമ്പ് വിലക്ക് തൂക്കി വിൽക്കുന്നതാ ലാഭം. അത് കുറച്ച് കടന്നു പോയില്ലേ പപ്പ? പൈസ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള അഹങ്കാരമല്ലേ? എത്ര ലക്ഷം രൂപയുടെ മുതലാ? 1.5-2 ലക്ഷം കിട്ടിയേക്കും. പഴയ കാറാണ്. 2 ലക്ഷം രൂപ പപ്പയ്ക്ക് നിസ്സാരം അല്ലേ? ആ പൈസയുണ്ടെങ്കിൽ 50 അനാഥ കുട്ടികൾക്ക് 100 ദിവസം ഭക്ഷണം കൊടുക്കാമല്ലോ. മതി, നിർത്ത്. സ്റ്റാൻലി ക്ഷുഭിതനായി. പപ്പയ്ക്ക് എത്ര അനാഥ കുഞ്ഞുങ്ങളുടെ അളവും തൂക്കവുമുണ്ട്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും അളക്കുന്നത് ആ സ്കെയിലിൽ വെച്ചാണല്ലോ. എന്ത് വില വരും എനിക്ക്? 10 അനാഥ കുഞ്ഞുങ്ങളുടെ വിലയുണ്ടോ? അതോ 5? അതോ അവരുടെ മുമ്പിൽ എനിക്കൊരു വിലയുമില്ലേ? അലീന മിണ്ടിയില്ല. സ്റ്റാൻലി കോപത്തോടെ അവളുടെ മുമ്പിൽ നിന്നും നടന്നുപോയി. നീ എന്തിനാ അവനോട് തർക്കിക്കാൻ പോയത്? ഒന്നാമതെ അവന് അനാഥാലയം, അനാഥ കുട്ടികൾ എന്നൊക്കെ കേൾക്കുന്നതേ വിഷമമാ. അന്നേരം നീ അവരെ വെച്ച് അവനെ കുറ്റപ്പെടുത്തിയ അവനെ ഇഷ്ടപ്പെടുമോ? അവനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയവും ഔതുക്കുട്ടിച്ചായൻ അവളെ ശാസിച്ചു. എന്നാലും നല്ലൊരു കാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ വല്യപ്പച്ച? അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? കഷ്ടമല്ലേ അത്? നീ തന്നെയല്ലേ പറഞ്ഞത് ആ കാറിന് ഓട്ടം കൂടുതലാണെന്ന്? അത് നിയന്ത്രിക്കണമെന്ന്. എൽസമ്മയ്ക്കും മക്കൾക്കുമായിട്ട് ലാലിച്ചൻ കൊടുത്ത കാറ് റീത്താമ്മ സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടു നടക്കുന്നത് അവസാനിപ്പിക്കണമെന്ന്. അതിങ്ങനെ നശിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ലാലിച്ചൻ ചെയ്തത് നന്നായി പോയെന്നാ ഞാൻ പറയുന്നത്. അവളുടെ സൂക്കേട് ഇമ്മിണിയൊന്നുമല്ലായിരുന്നല്ലോ. ഇപ്പം അത് തീർന്നേ. നിന്റെ ജോലി എളുപ്പമായി. ആ കാറിൻ്റെ പേര് പറഞ്ഞ് എത്ര രൂപ മാസം തോറും കൊടുക്കുന്നുണ്ടെന്ന് അന്വേഷിക്കാനിരിക്കുമല്ലായിരുന്നോ നീ? അത് ഞാൻ എന്തായാലും അന്വേഷിക്കും. അത് മാത്രമല്ല, വീട്ടു ചെലവിൻ്റെയും കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെയും ഐറ്റത്തിൻ്റെയും എത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. നമ്മൾ പോയപ്പോൾ അവിടുത്തെ രീതികൾ കണ്ടല്ലോ. അത് വെച്ച് എങ്ങനെ കണക്ക് കൂട്ടിയാലും മാസം 10,000 രൂപയിൽ കൂടുതൽ എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും വേണ്ടി ചിലവാക്കുന്നില്ല. ആ വീട് കിടക്കുന്നത് കണ്ടോ വല്യപ്പച്ച? തൊഴുത്തു പോലെയാ. അവിടെ നേരവണ്ണം ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ല. അതെങ്ങനെയാ? എൽസമ്മ ആൻറ്റി മിക്കപ്പോഴും ധ്യാന കേന്ദ്രത്തിലല്ലേ. പിന്നെ റീത്താമ്മ ആൻറ്റി വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. റീത്താമ്മ ആൻറ്റിയുടെ വീട് ഞാൻ കണ്ടു. ഫർണിച്ചറും അലങ്കാരപ്പണിക്കുമൊക്കെ ആയിട്ട് നല്ലതുപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതിനകത്തൊന്നും ചെന്ന് തലയിടാതിരിക്കുന്നതാ ബുദ്ധി. എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട മുതൽ അങ്ങനെ വേറൊരുത്തി സൂത്രത്തിൽ തട്ടിയെടുക്കണ്ട. ആ ചൂഷണം നിർത്തണം. എൻ്റെ കാലൊന്ന് ശരിയായിക്കോട്ടെ. തോട്ടത്തിലെ ഓഫീസിൽ പോയി കണക്കെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. കൊടുത്ത പൈസയുടെയൊക്കെ കണക്ക് കാണുമല്ലോ അക്കൗണ്ട് ബുക്കിൽ. കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോണോ? നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അലീന ആലോചനയോടെ പറഞ്ഞു. നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ടാണ് ഔതുക്കുട്ടിച്ചായൻ സിറ്റ് ഔട്ടിലേക്ക് വന്നത്. ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. നായ്ക്കളെ പേടിച്ചിട്ടാവണം എൻജിൻ ഓഫാക്കിയിട്ടില്ല. ആൻ്റപ്പൻ പുറത്തേക്ക് വന്നു. ചില ശബ്ദങ്ങളും ആംഗ്യ വിക്ഷേപങ്ങളും കൊണ്ട് നായ്ക്കളെ അടക്കി നിർത്തി. ഓട്ടോയിൽ വന്നയാൾ അതിൽ നിന്നും ഇറങ്ങി. ഔതുക്കുട്ടിച്ചായന് ആളെ മനസ്സിലായി. അലീനയുടെ ഇഷ്ടക്കാരൻ. പേര് അയാൾ മറന്നുപോയിരുന്നു. ചെറിയൊരു റക്സാക്ക് ചുമലിലിട്ട് അലസമട്ടിൽ അവൻ സിറ്റ് ഔട്ടിന് നേർക്ക് ചെന്നു. ഔതുക്കുട്ടിച്ചായനെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഔതുക്കുട്ടിച്ചായന് പക്ഷേ ചിരിയൊന്നും വന്നില്ല. എന്നെ മനസ്സിലായില്ലേ മനുശങ്കർ? മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ട്. അയാൾ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അലീന എവിടെ? അവളുടെ മുറിയിൽ കാണും. ഔതുക്കുട്ടിച്ചായൻ അവൻ്റെ മുൻപിൽ നിന്നും പോയി കളഞ്ഞു. മനുശങ്കർ ചെറിയൊരു സങ്കോചത്തോടെ ഇടനാഴിയിലേക്ക് കയറി. ഇരിപ്പുമുറി, ഹോൾ, അതിനപ്പുറം അലീനയുടെ റൂമിൻ്റെ വാതിൽ ചാരിയിട്ടേയുള്ളൂ. അവൻ വിരൽ മുട്ടുകളാൽ വാതിൽ മെല്ലെ തട്ടി ശബ്ദമുണ്ടാക്കി. ആരാ? വാതിൽ തുറന്നോളൂ. മനുശങ്കർ വാതിൽ തുറന്നു. അലീന കട്ടിലിൻ്റെ ക്രാസിൽ തലേണ ചാരി വെച്ച് വായിച്ചുകൊണ്ട് ചാരിക്കിടക്കുകയാണ്. മനുശങ്കറിനെ കണ്ടതും ഇരുട്ടത്ത് ഓർക്കാപ്പുറത്ത് സൂര്യൻ ഉദിച്ചതുപോലെ അവൾ അത്ഭുത സ്തബ്ധയായി. അവളുടെ അരികെ നിലത്തു മുൻകാലുകൾ നീട്ടിപ്പിടഞ്ഞു കിടന്ന 2 നായ്ക്കൾ പൊടുന്നനെ ഗർജിച്ചുകൊണ്ട് മനുശങ്കറിൻ്റെ നേർക്ക് കുതിച്ചു.
അലീനയെ കണ്ട ആഹ്ലാദം അടുത്ത നിമിഷം ഇടിവെട്ടിയ പോലെയൊരു ഞെട്ടലായിട്ട് മാറി. നായ്ക്കൾ മനുവിന്റെ അടുത്തെത്തും മുമ്പേ അലീന അവയെ ശാസിച്ചു വിളിക്കുന്നത് കേട്ടു. നായ്ക്കൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നുപോയി തിരിഞ്ഞ് അലീനയെ നോക്കിയ ശേഷം അവ മനുശങ്കറിന്റെ മുഖത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. ഇവിടെ വാ. എഴുന്നേറ്റിരുന്നിട്ട് അലീന നായ്ക്കളെ തിരിച്ചു വിളിച്ചു. നായ്ക്കൾ രണ്ടും അവളുടെ സമീപമെത്തി. മനു വാതിൽക്കൽ തന്നെ നിന്നു. മനുവേട്ട, ഇങ്ങ് കയറി പോന്നോട്ടോ, ഇവരെ പേടിക്കണ്ട. മനുവിന്റെ ശങ്ക തീർന്നില്ല. കഷ്ടം, ഇത്രയുള്ളൂ എന്നെ വിശ്വാസം. മനുശങ്കർ ധൈര്യം സംഭരിച്ച് കട്ടിലിന് സമീപമെത്തി. നായ്ക്കൾ അനങ്ങാതെ അവനെ നോക്കിക്കൊണ്ടു നിന്നു. മനു അലീനയുടെ നേർക്ക് കൈ നീട്ടി. അവൾ ആ കരം ഗ്രഹിച്ചു. മനുവേട്ടൻ പേടിച്ചോ? പിന്നെ പേടിക്കാതെ. കടുവകളെ പോലിരിക്കുന്ന രണ്ടെണ്ണം നേരെ മുമ്പിലോട്ട് ചാടി വീണാൽ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കത്തിച്ചാമ്പലായി പോവില്ലേ? സോറി, മനുവേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇരിക്കും മനുവേട്ട. ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ടോ, എനിക്ക് കാല് നിലത്ത് കുത്താൻ മേലാഞ്ഞിട്ടാ. മനുശങ്കർ ഒരു കസേര നിരക്കി കട്ടിലിനരികെ കൊണ്ടുവന്നിട്ടു. അവൻ ഇരുന്നതും നായ്ക്കൾ അവൻ്റെ കാൽ മണപ്പിച്ചു നോക്കി. മനു സംശയത്തോടെ നായ്ക്കളെ നോക്കുന്നത് കണ്ട് അലീന പറഞ്ഞു, പേടിക്കണ്ടെന്നേ, മനുവേട്ടൻ്റെ മണം പിടിച്ചെടുത്ത് സേവ് ചെയ്തു വെക്കുക. അടുത്ത തവണ അബദ്ധം പറ്റരുതല്ലോ. മനുശങ്കറിന് ചിരി വന്നു. അലീന വിസ്മയാധീനനായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ അവളെയും എന്താ ഇങ്ങനെ നോക്കുന്നത്? മനുശങ്കർ പുഞ്ചിരിയോടുകൂടി ചോദിച്ചു. എനിക്ക് അതിശയം തീരുന്നില്ല. ഇതൊരു ഷോക്കായി പോയി കേട്ടോ. എന്നോടൊന്ന് സൂചിപ്പിച്ചു പോലുമില്ലല്ലോ വരുമെന്ന്. ഓർക്കാപ്പുറത്ത് കാണാനൊരു കൊതി, ആരൊക്കെയോ പറ്റിച്ച ഒരു കള്ളത്തരം കാട്ടുന്ന സുഖം, ഒരു കുസൃതി, പിന്നെ എന്തൊക്കെയോ. അവൻ പറഞ്ഞു. മനുവേട്ടന് ക്ഷീണമാണല്ലോ, യാത്ര ചെയ്തിട്ടാ? നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? എൻ്റെ ഭൂലോക തലസ്ഥാനം ഇപ്പോൾ കുളത്തൂപ്പുഴയാണ്. ഇവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ബാംഗ്ലൂരിൽ വന്ന് എന്നെ വീശുന്ന കാറ്റൊക്കെ ഇവിടെ നിന്നാണ് യാത്ര തിരിക്കുന്നത്. വട്ടായിപ്പോയോ? എപ്പോഴേ ഇത് പന്നിപ്പനി പോലെ. പകരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു രക്ഷയുമില്ല. മനുശങ്കർ ചിരിച്ചു. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഈ മുടിയൊക്കെ എന്ത് കാണിച്ചിട്ടാ ഇങ്ങനെ പാടത്തെ കാറ്റ് വീശ പോലെ? അവൾ കൈ നീട്ടി വിരലുകളാൽ അവൻ്റെ മുടി കോതിയൊതുക്കി. ഓരോ മുടിനാരിലൂടെയും ഇലക്ട്രിക് ചാർജ് പ്രവഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. നെറുകയിൽ നിന്നൊരു കോരിത്തരിപ്പ് പടർന്ന് ദേഹമാസകലം വ്യാപിച്ചു. അവൾ കൈയെടുക്കരുതേ എന്ന് അവൻ കൊതിച്ചുകൊണ്ടിരുന്നു. അലീന കൈ പിൻവലിക്കാൻ ഭാവിച്ചതും അവൾ ആ കൈ പിടിച്ചെടുത്ത് വിരലുകൾക്ക് മീതെ ചുംബിച്ചു. അലീനയുടെ മുഖം അരുണാഭമായി. ഒരു സുഖധാരല്യത്തിൽ മനസ്സ് കുതിർന്നു. അവൾ മെല്ലെ കൈ പിൻവലിച്ചു. എനിക്ക് എണീറ്റ് വന്ന് ഒരു ചായ ഇട്ട് തരാൻ പോലും വയ്യല്ലോ മനുവേട്ട. എനിക്കൊന്നും വേണ്ട, ഇവിടെ ഇരുന്നിങ്ങനെ സംസാരിച്ചാൽ മതി. മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂർ പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് വരാനിരിക്കുവാണ്. അവന് എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് അവനെ ഗൈഡ് ചെയ്യാനും പറ്റും. ബബിത, അവളിപ്പം എറണാകുളത്താ. ഹലീനയെ അവൾ വിളിക്കാറില്ല അല്ലേ? ഇല്ലെന്നേ, അവളുടെ ഫോണും നമ്പരുമെല്ലാം മാറി. രോഹിത്തിനോട് നമ്പർ വാങ്ങി ഞാൻ വിളിച്ചിട്ട് ഒരു തവണ പോലും അവൾ ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. രോഹിത് എന്നോട് പറഞ്ഞു, അവൾക്ക് പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അവൾ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അവളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അങ്ങനെ ചില പിടിവാശികൾ. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിന്ന് മക്കൾ മുതലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവളുടെ ഇപ്പോഴത്തെ ദുസ്വാതന്ത്ര്യം. അമ്മ പറഞ്ഞാൽ കേൾക്കില്ലേ ബബിത? ജയന്തി ആൻറ്റിക്കും അങ്കിളിൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി മക്കളെ കരുവാക്കാനും മടിയില്ലല്ലോ. മക്കൾ അങ്കിളിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കരുതെന്നേ ഉള്ളൂ. ബബിതക്ക് നല്ലൊരു ചേഞ്ച് വന്നതായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാവരെക്കാളും മിടുക്കിയായേനെ. അലീന പരിതപിച്ചു. എനിക്ക് ഒന്നും ചെയ്യാനും നിവൃത്തിയില്ലല്ലോ. അത് പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്യാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ? ഒരു തോൽവി പറ്റി. പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഇവിടെ എത്തിക്കാനും അവരെ ഒന്നിപ്പിക്കാനും കഴിയുമെന്നാണ് വിചാരിച്ചത്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് നടക്കാൻ പറ്റാതെയുമായി അല്ലേ? ഇതൊന്നും സാരമില്ലെന്നേ, എൻ്റെ കാലൊക്കെ പെട്ടെന്ന് ശരിയായിക്കൊള്ളും. നമ്മുടെ കാര്യം എങ്ങനെയാ? ഞാനങ്ങ് തുറന്നു ചോദിക്കുകയാ. എനിക്ക് വയസ്സ് 27 കഴിയുന്നു, നിനക്ക് 24. ഇങ്ങനെ പോയാൽ മതിയോ? ഞാനൊരിടത്തും എത്തിയില്ലല്ലോ മനുവേട്ട. ഇത്രയൊക്കെ എത്തിയാൽ പോരെ? അലീനയുടെ മൗനം മനുശങ്കറിനെ ആശങ്കാഭരിതനാക്കി. പപ്പ സമ്മതിക്കില്ലെന്നുള്ള ഭയമാണോ? പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കണം. എങ്ങനെ? അതിന് കുറച്ച് ക്ഷമയും കാത്തിരിപ്പും വേണ്ടിവരും. അലീനക്ക് പറഞ്ഞുകൂടെ, എനിക്ക് ഈ കല്യാണം മതി, ഇയാളെ മാത്രം മതി, സ്വത്തോ പണമോ സ്വർണമോ മറ്റ് ആഡംബരങ്ങളോ ഒന്നും വേണ്ടാന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അച്ഛനമ്മമാരുടെയോ മറ്റാരുടെയെങ്കിലുമോ പിടിവാശിക്ക് ബലിയിടാനുള്ളതല്ലല്ലോ അത്. എന്തായാലും കുറച്ചുകൂടെ സമയം വേണ്ടിവരും മനുവേട്ട. എത്ര നാൾ? ഒരു കാലാവധി പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ കാലാവധി പറയും? ഇപ്പം പപ്പയ്ക്ക് ഞാനേ ഉള്ളൂ. പപ്പയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്, പപ്പയ്ക്ക് ഒരു മനം മാറ്റം ഉണ്ടാകുന്നത് വരെ. അഥവാ മനം മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറൊരാളുടെ കൂടെ എനിക്കൊരു ജീവിതമില്ല മനുവേട്ട. അതിൽ കൂടുതൽ എന്ത് പറയും ഞാൻ? മനുശങ്കർ എഴുന്നേറ്റു. കൈകൾ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരുകിക്കൊണ്ട് മുറിയിലൂടെ ചിന്താധീനനായി നടന്നു. ഒടുവിൽ അലീനയുടെ മുൻപിൽ വന്ന് നിന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം?
എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കണമെന്നൊന്നും നിർബന്ധിക്കാൻ വയ്യല്ലോ. മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അതും. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് തറച്ചു നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം നിന്നു. എനിക്കിപ്പോൾ എന്താ തോന്നുന്നതെന്നറിയാമോ? ഒറ്റയടി വെച്ച് തരാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അലീന മുഖം താഴ്ത്തിയിരുന്നു. ശങ്കർ ചുമലിൽ കിടന്ന ബാഗ് എടുത്ത് സിപ്പ് തുറന്ന് ബാംഗ്ലൂരിൽ നിന്നും അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിന്റെ പാക്കറ്റുകൾ കിടക്കയിലേക്ക് കുടഞ്ഞിട്ടു. ബൈജുവിനെ വിളിക്കാൻ പോയ ആൻ്റപ്പൻ തിരിച്ചു വന്ന് അലീനയോട് പറഞ്ഞു, കേണൽ സാബ് പുറത്തു പോകുന്നുണ്ട്, അപ്പോൾ ഇയാളെ ടൗണിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ആൻ്റപ്പൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത് ബൈജുവിനെ വിളിക്കാനല്ലേ? ഞാൻ ബൈജുവിനെ വിളിച്ചോണ്ട് വന്നതാ. അപ്പോഴാ സാബ് പറഞ്ഞത്. അലീന അതിലൽപ്പം പന്തികേട് മണത്തു. ഇവിടെ വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനുശങ്കർ തന്നോടൊപ്പമായിരുന്നു. അത് പപ്പയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. വാതിൽക്കൽ കാലൊച്ച കേട്ടു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. സ്റ്റാൻലി ആയിരുന്നു അത്. ഞാൻ റെഡിയാണ്, പോകാം, അയാൾ പറഞ്ഞു. കാറിന്റെ കീ ചെയിൻ അയാൾ കൈവെള്ളയിലിട്ട് 2 തവണ തട്ടി. മനുശങ്കർ എഴുന്നേറ്റു. അലീനയും, എന്നെ ഒന്ന് താങ്ങി പിടിക്കാമോ മനുവേട്ടാ? ശങ്കർ ശങ്കിച്ചു. അലീന അവന്റെ നേർക്ക് കൈ നീട്ടി. അവൻ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയെടുത്ത് തോളത്ത് ചുറ്റി. സ്റ്റാൻലി മുറുകിയ മുഖത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് മുമ്പേ നടന്നു. ശങ്കർ അലീനയെ താങ്ങി നടത്തി സിറ്റൗട്ടിലെത്തിച്ചു. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ നടന്നു ചെന്ന് കാറിൽ കയറി. മനുശങ്കർ അലീനയെ നോക്കി. അവളുടെ കൈത്തലം പിടിച്ചമർത്തി മൂഖമായിട്ട് യാത്ര ചോദിച്ചു. അവൾ മന്ദഹസിച്ചുകൊണ്ട് ശിരസ്സനക്കി യാത്രാനുമതി നൽകി. മനുശങ്കർ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിന്ന് കാർ മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. അയാൾ തന്നെ അവന് വേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മനുശങ്കർ അകത്ത് കയറി ഡോർ അടച്ചു. കാർ അടുത്ത നിമിഷം മുന്നോട്ട് കുതിച്ചു. മനുശങ്കറിന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. കാർ ഓടി മറയുന്നത് നോക്കി അലീന ആശങ്കയോടെ സിറ്റൗട്ടിൽ നിന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.